നോർമൻ ബോർലോഗ്. അദ്ദേഹം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. ജനിച്ചത് അമേരിക്കയിലെ യോവയിലുള്ള ക്രെസ്കോയിൽ 1914 മാർച്ച് 25. ഉയരം കുറഞ്ഞ അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ചെടികൾ വികസിപ്പിച്ചെടുത്ത് അദ്ദേഹം മെക്സിക്കോയിലെ പാഴ്ഭൂമിയിൽ വിജയം കൊയ്തു. ഈ ചെടികൾ ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷിക്കുകയുണ്ടായി. ഇതിൽ തൃപ്തനായി ഇന്ത്യൻ കാർഷിക ശാസ്ത്രജ്ഞനായ MS സ്വാമിനാഥൻ 1963 ബോർലോഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. 1963 ഇന്ത്യയിലെത്തിയ ബോർലോഗ് അത്യുൽപാദന ശേഷിയുള്ള 4 ഗോതമ്പ് വർഗ്ഗങ്ങളിൽ നിന്നുമായി 100 കിലോ വിത്തുകൾ ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകി. ഇത് ഇന്ത്യയിലെ ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധനവുണ്ടാക്കി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവുമായി. 1968 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിലെ വില്യം ഗൗഡാണ് ബോർലോഗിൻ്റെ പ്രവർത്തനങ്ങളെ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ബോർലോഗിൻ്റെ പ്രവർത്തനങ്ങളെ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വില്യം ഗൗഡാണ്. 1970 ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഏക കൃഷി ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളായ സൊണോറ 64, ലർമാറോജോ 64 എന്നീ വിത്തിനങ്ങളുടെ ഉൽപ്പാദനമാണ് അദ്ദേഹത്തെ നൊബേൽ സമ്മാനത്തിന് അർഹനാക്കിയത്. 2006 ഇന്ത്യ ഇദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. 2009 സെപ്റ്റംബർ 12 അദ്ദേഹം അന്തരിച്ചു. നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ്. നോർമൻ ബോർലോഗിൻ്റെ പ്രവർത്തനങ്ങളെ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഗൗഡ്.